പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാര ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. പ്രിയപ്പെട്ട മെസ്സി നാട്ടിലേക്ക് വരില്ല, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരില്ല എന്ന് ഒഫീഷ്യലായിട്ട് നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞു. ആ സങ്കടം നമ്മളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. മെസ്സിയെ കാത്തുകൊണ്ട് നമ്മൾ കുറേ മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വരും 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 അങ്ങനെ അദ്ദേഹം പറഞ്ഞു. നവംബർ 17 മെസ്സി കേരളത്തിൽ വന്ന് കളിക്കും, നവംബറിൽ വരും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മളതിൽ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഒന്നും തന്നെ മെസ്സി വരുമെന്ന് ആൻഡോ അഗസ്റ്റിൻ, റിപ്പോർട്ട് ടിവിയും ബാക്കിയുള്ള ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങൾ പോലും അങ്ങനൊരു വാർത്തയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്ന് നിങ്ങൾ കേരളത്തിലെ എല്ലാ ചാനലും തുറന്നു നോക്കിയാലും റിപ്പോർട്ട് ടി വിയിൽ മാത്രം കാണുന്നില്ല മെസ്സി വരുന്നില്ല എന്നുള്ള വിവരം. ബാക്കി എല്ലാ ചാനലുകളും ആഘോഷിക്കുകയാണ് മെസ്സി വരില്ല എന്നുള്ളത്. എന്ത് ശുദ്ധ തെമ്മാടിത്തരമാണല്ലേ ഇങ്ങനെ നിങ്ങളിങ്ങനെ ആഘോഷിക്കുന്ന മെസ്സി വരില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ വാർത്ത ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ എനിക്ക് പേഴ്സണലി വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ, കളി കാണാൻ പറ്റുമോ പറ്റില്ല എന്നതല്ലായിരുന്നു നമ്മുടെ വിഷയം. ആ ഫുട്ബോളിൻ്റെ രാജകുമാരന് ലയണൽ മെസ്സി നമ്മുടെ നാട്ടിൽ വരുമെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു കുളിരുണ്ടായിരുന്നു. അതിന് വേദി ഒരുക്കിയ ആൻഡോ അഗസ്റ്റിനും മന്ത്രി അബ്ദുൾ റഹ്മാനും ഒക്കെ നമുക്ക് മനസ്സിൽ വലിയ സ്നേഹം സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മാമാപടകളുടെ ഈ എന്താ പറയുക, ഈ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നത് ഇവർ ഇത്രമാത്രം പടകള്, പോരുകള്, ഈ ഈഗോകള് ഈ സിസ്റ്റത്തിനുള്ളിലുണ്ട് എന്നുള്ളത് സത്യത്തിൽ നമുക്ക് ഇന്നാണ് മനസ്സിലാവുന്നത്. അത് അറിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാരപണലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും. പക്ഷെ അന്ന് ആൻഡോ അഗസ്റ്റിന് മെസ്സി വരുമെന്ന് പറയുന്നവർ ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് വളരെ കൃത്യമായിട്ട് മീഡിയ വൺ പോലുള്ള ചാനലുകൾ, എല്ലാ ചാനലുകളും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് അവർ തമ്മിലുള്ള വിഷയങ്ങളാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം. നവംബർ 14 സ്പെയിനിൽ വെച്ച് അങ്കോളയുമായിട്ട് അർജന്റീന കളിക്കുന്നുള്ള വിവരം മാത്രമാണ് ഫിഫ ഔദ്യോഗികമായിട്ട് ഇന്ന് റിപ്പോർട്ട് വിട്ടുള്ളത്. മെസ്സി വരില്ല എന്നുള്ളത് ആഴ്ചകൾക്ക് മുന്നേ തന്നെ അർജന്റീനയിലെ പ്രമുഖ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ അവരുടെ ഫ്രണ്ട് ലൈനിൽ തന്നെ അച്ചടിച്ച് വന്നതിൻ്റെ കോപ്പികളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയകളെല്ലാം നടന്നിരുന്നു. അതിനപ്പോൾ കൗണ്ടർ ചെയ്ത് പറഞ്ഞു, ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. എനിക്കിതിന് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ സർക്കാർ പ്രോഗ്രാം ആയിരുന്നു ഈ മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിൽ കളിപ്പിക്കും എന്നുള്ളത്. മന്ത്രി നമ്മുടെ അബ്ദുറഹ്മാനാണ് നമ്മളോട്, കേരളത്തിലെ ജനങ്ങളോട് ആദ്യമായിട്ട് ഈ സംഭവം പറയുന്നത്. അത് പിന്നീട് ഒരു സ്പോൺസർഷിപ്പിലേക്ക് മാറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നടന്ന കളികളൊക്കെ ഗവൺമെന്റിനും ആൻഡോ അഗസ്റ്റിനും മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നീട് അങ്ങോട്ടേക്ക് ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ആൻഡോ അഗസ്റ്റിൻ ആയിരുന്നു. ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ഇതേപോലെ മെസ്സി വരില്ല എന്നത്, ആൻഡോ അഗസ്റ്റിൻ മെസ്സി വരും എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപിറകെ തന്നെ മെസ്സി വരില്ല എന്ന് ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം ആൻഡോ അഗസ്റ്റിൻ പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ ടീമിന് കൊടുത്ത പൈസയാണ്, വെറും നോട്ടാണ്, അല്ലാതെ ഡേറ്റ് കഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ് അല്ല എന്ന് ആൻഡോ അഗസ്റ്റിൻ കൃത്യമായിട്ട് പല വേദികളും പറഞ്ഞിട്ടുണ്ട്. മെസ്സി വരില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കൊടുത്ത പൈസക്കും അതിന്റെ നഷ്ടപരിഹാരവും വാങ്ങിക്കാനുള്ള തണ്ടും തടിയും കെൽപ്പും ആൻഡോ അഗസ്റ്റിനും കേരള ഗവൺമെന്റിനും ഉണ്ട് എന്ന് തന്നെയാണ് അന്ന് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞു വെച്ചത്. അതൊക്കെ കിട്ടുമോ എന്ന് വിചാരിക്കുക, അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്താ പറയാ, എത്ര കോടിക്കണക്കിന് രൂപയാണെന്ന് പറയാം അതിന്റെ പിന്നിലൊക്കെ ഇതുവരെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. 70 കോടി രൂപയ്ക്കാണ് നമ്മുടെ ഈ കൊച്ചിയിലെ സ്റ്റേഡിയം തന്നെ അദ്ദേഹം റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമുക്ക് പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തിരുനാവിലൂടെ പറഞ്ഞത് നമ്മൾ പല ചാനലിലും കേട്ടതാണ്. ഈ ഫണ്ടൊക്കെ ഇനി എങ്ങനെ അവർ തിരിച്ചു പിടിക്കുക? ഈ ഒരു ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആൻഡോ അഗസ്റ്റിൻ ഈ ഒരു ട്വീറ്റുകളും പല സംസാരങ്ങളും ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത്ര വാല്യൂ ഉള്ളൂ? എങ്ങനെയാണ് ഇവര് ഇന്ന ദിവസം വരുന്ന ഇത്ര ഒഫീഷ്യലായിട്ട് പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്?
ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ സൈറ്റുകൾ വെബ്സൈറ്റൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് സ്പെയിനിൽ നടക്കുന്ന, അതായത് ഈ മാസം 14-ാം തീയതി സ്പെയിനിൽ നടക്കുന്ന അങ്കോളയും അർജന്റീനയും തമ്മിലുള്ള കളി 2 വർഷം മുന്നെയാണ് അർജന്റീനയിൽ പോയിട്ട് അങ്കോളയുടെ ടീം മാനേജ്മെന്റ് സംസാരിച്ചിട്ടുള്ളത്. 2 വർഷം മുന്നേ സംസാരിച്ച ഡീൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു കളി ഈ നവംബർ 14-ന് അവിടെ നടക്കുകയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അബ്ദുറഹ്മാൻ കുട്ടി മെസ്സി വരുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ടീം, അതായത് അർജന്റീനയുടെ ടീം മാനേജ്മെന്റ് കംപ്ലീറ്റ് കേരളത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനൊരു ഗ്രൗണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ കളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ അവർ വരുമെന്ന് വിശ്വസിക്കാൻ ആന്റോ അഗസ്റ്റിൻ നിങ്ങൾ മണ്ടനായിരുന്നോ എന്ന് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്രയും വിവരമില്ലാത്തവരായി പോയോ? എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നവംബറിലെ ദിവസം ഇനി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മെസ്സി കേരളത്തിലേക്കില്ല, അർജന്റീന കേരളത്തിലേക്കില്ല. ആ വിഷയം മാമാങ്കമാക്കുന്ന, സന്തോഷത്തോടെ കൊണ്ടാടുന്ന വാർത്താ മാധ്യമങ്ങളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇത് മെസ്സി വരില്ല എന്നുള്ള ആ സങ്കടം ഉള്ളോളമുണ്ട്. ആ സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും കൂടെ നമുക്ക് അണിചേരാം. ഇനിയും ആന്റോ അഗസ്റ്റിൻ ഈ പ്രയത്നം നിർത്താതിരിക്കട്ടെ. അദ്ദേഹം പറയുന്നത് അടുത്ത വർഷത്തിൽ ഈ മെസ്സി ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആ വാക്ക് പൂവണിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ.